മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PMA സലാം കൂടി ചേരുകയാണ്. ശ്രീ PMA സലാം, കുട്ടി അഹമ്മദ് കുട്ടി മുൻ മന്ത്രി, മുസ്ലിം ലീഗ് നേതാവ് എന്നതിനപ്പുറം അങ്ങേക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തെ എങ്ങനെയാണ് അങ്ങ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗവും പാർട്ടിക്കും സംസ്ഥാനത്തിലും വരുത്തിവെച്ചത് അക്ഷരാർത്ഥത്തിൽ കനത്ത നഷ്ടം തന്നെയാണ്. അദ്ദേഹം ഒരു പൊതു പ്രവർത്തകൻ ആയിരുന്നു. ഒരു നേതാവ് എന്നതിനപ്പുറത്ത് ജനങ്ങളോടൊപ്പം നിന്ന ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അദ്ദേഹം ഭീഷണാശാലിയായിരുന്നു, നന്നായി വായിക്കും. അദ്ദേഹത്തിന്റെ വരുമാനത്തിന് ഏറിയ പങ്കും പുസ്തകങ്ങൾ വാങ്ങാനും പീരിയോഡിക്കൽസ് വാങ്ങാനും അത് വായിക്കാനും അതിന് കോപ്പി എടുത്ത് പ്രചരിപ്പിക്കാനും അതിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെയാണ് അദ്ദേഹം ജീവിതത്തിന്റെ മുഴുവൻ സമയവും ചെലവഴിച്ചത്. പ്രകൃതിയെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു കുട്ടി അഹമ്മദ് സാഹിബ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഭീഷണാശാലിയായ നേതാക്കന്മാരിലെ മുൻപന്തിയിലായിരുന്നു കുട്ടി അഹമ്മദ് സാഹിബിന്റെ സ്ഥാനം. അത്തരം വിഷയങ്ങൾ, ഗഹനമായ വിഷയങ്ങളെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഞങ്ങൾ ആളുകളെ നിശ്ചയിക്കുമ്പോൾ കുട്ടി അഹമ്മദ് സാഹിബിന്റെ പേര് പറയാതിരിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹമായിരുന്നു അത്തരം സമിതികളൊക്കെ നയിച്ചിരുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ പരിസ്ഥിതി കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. വളരെ സജീവമായി അദ്ദേഹത്തിന്റെ ഭരണകാലം എല്ലാവർക്കും അറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ ശക്തിയും കഴിവും അധികാരങ്ങളും ഒക്കെ വീതിച്ചു നൽകാൻ അദ്ദേഹം ഒരിക്കലും മടികാണിച്ചിട്ടില്ല. ഗ്രാമവികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കുട്ടി അഹമ്മദ് സാഹിബ് ചെയ്ത സേവനങ്ങൾ വിസ്മരിക്കാവുന്ന. ഏതായിരുന്നാലും ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം കനത്ത നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ 3 ദിവസത്തെ പാർട്ടിയുടെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വിശദമായി സംസാരിക്കാം. വളരെ നന്ദി ശ്രീ PMA സലാം. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മളോട് സംസാരിച്ചത്. 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ്.